ഹലോ ഗൈസ്, നമ്മുടെ സുഗമോദേവി പുത്തൻ പ്രമോ നമ്മുടെ രജനി ഇനി ജീവിതത്തിലേക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കുറെ ചോദ്യങ്ങളാണ് അപകടാവസ്ഥയിൽ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഡോക്ടർ പറയുന്നത് രജനിയെ കിട്ടൂല എന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ പ്രഭാവതി നെഞ്ചടിച്ച് കരയുക, നെഞ്ചത്തടിച്ച് കരയുക. നമ്മുടെ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് മതിയായല്ലോ, നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നിരുന്നാണ് അവൾ തലേക്കേറി നിരങ്ങി, ഇപ്പോൾ നമ്മളുടെ മകളുടെ ജീവനം കൊണ്ടല്ലേ അവള് പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതി കുറെ കിടന്ന് കരയുന്നുണ്ട്. ഇനിയും സിദ്ധു ഒരു കടുത്ത തീരുമാനം എടുത്തില്ലെങ്കിൽ വീട്ടിലെ പലർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ സിദ്ധാർത്ഥൻ എന്തൊക്കെയോ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന പോലെ ഗാഠമായി ചിന്തയിൽ ചിന്തിച്ച് നിൽക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പുറത്താണെങ്കിൽ നമ്മുടെ തനുജ അവിടെ അവരെ തനുജയെ നോക്കുന്ന ആ അച്ഛനമ്മ അച്ഛനമ്മ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. എന്നെ ഇപ്പൊ പിടിക്കാൻ പോലീസ് വരും, നീ അവരുടെ ഒപ്പം പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തനുജ പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും, അവിടെ നിന്ന് കൂളായിട്ട് ഇറങ്ങുകയും ചെയ്യും, പിന്നെ ഞാൻ ചന്ദ്രോത്ത് തന്നെ പോയി വേറൊരാളെയും കൂടി കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തനുജയുടെ അഹങ്കാരം ഒരു ശതമാനം പോയിട്ടൊരു എന്താ പറയാ, ഒരു പത്തിലൊന്ന് പോലും കുറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ നിൽക്കുക ആ ഒരു അഹങ്കാരം. ലാസ്റ്റ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തോട്ടെ. നമ്മുടെ രജനി ഭയങ്കര അത്യാസന്ന നിലയിൽ കിടക്കുവാണ്. അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷ് നമ്മുടെ രജനിയെ കാണാൻ കയറുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാട്ടോ നമ്മുടെ സുഗമോ ദേവി പുതിയ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരുന്ന് കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹിയർ ആൻഡ് ദി മലയാളി സൈനിങ് ഓഫ്.